ഹായ് ഹലോ നമസ്കാരം. അപ്പൊ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. അപ്പൊ ഇന്ന് ഞാനൊരു മാത്സിലെ ഒരു 2 മാർക്ക് 3 മാർക്ക് നമുക്ക് ആദ്യം ചെറുതിന്ന് പിന്നെ 5 മാർക്കിലോട്ട് പോവാം, അതല്ലേ ഈസി. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾക്ക് MCQലും വരാം, സ്റ്റാൻഡേർഡ് പേപ്പറിലാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് MCQല് വരാൻ ചാൻസ് ഉണ്ട്. ബേസിക് പേപ്പർ ആണെങ്കിൽ അതൊരു 2 മാർക്ക് സമ്മായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കെയുടെ വാല്യൂ, യൂണിക് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ആ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഇന്ന് വായിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാൻ പറ്റുമെങ്കിൽ കോപ്പി ചെയ്യുക. ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ ബിൽഡ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. 2 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, ലീനിയർ ഇക്വേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 5. അതേപോലെ സെക്കൻഡ് ഇക്വേഷൻ 3x പ്ലസ് ky പ്ലസ് 15 ഈക്വൽ ടു 0. 2 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, രണ്ടും ലീനിയർ ഇക്വേഷൻസ് ആണ്. ലീനിയർ ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. ഇതിന്റെ ഡിഗ്രി നോക്കുക, പവർ നോക്കുക. പവർ 1 ആണ്. പവർ 2 ആയാലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, പവർ 1 ആയാലും ലീനിയർ ഇക്വേഷൻസ് ആണ്. അപ്പൊ ഈ 2 ലീനിയർ ഇക്വേഷൻസിലും കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ യുണീക് സൊല്യൂഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വന്നിട്ട് നോ സൊല്യൂഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂണിക് സൊല്യൂഷൻ ഒന്നും കൊടുത്തിട്ടുണ്ട്, നോ സൊല്യൂഷനും. ഈ 2 കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ആ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് എടുക്കാം. ഫസ്റ്റ് വണ്ണില് യൂണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിക് സൊല്യൂഷന്റെ കണ്ടീഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2. ഇതാണ് യൂണിക് സൊല്യൂഷൻ. ഒരു 3 കണ്ടീഷൻ ഉണ്ട്. ഈ 3 കണ്ടീഷനും നിങ്ങൾ തറവായിരിക്കണം. അപ്പോൾ യുണീക് സൊല്യൂഷന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2. ഇതിൽ നമുക്ക് വാല്യൂസ് എഴുതാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് a1ന്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും എക്സിന്റെ കോഎഫിഷ്യന്റ്, ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതേപോലെ a2ന്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും സെക്കൻഡ് ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അതേപോലെ b1 ഈസ് ഈക്വൽ ടു 2, b2 ഈസ് ഈക്വൽ ടു k. ഈക്വേഷൻ ആണ് a1 a2 b1 b2. പിന്നെ നമ്മുടെ 5 വന്നിട്ട് ഇവിടെ ഈ സൈഡ് കിടപ്പുണ്ട്, ഈക്വൽ ടു കഴിഞ്ഞിട്ട് കിടപ്പുണ്ട്. ആ 5നെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ 5നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -5 ആയിடும். അപ്പൊ c1ന്റെ വാല്യൂ വന്നിട്ട് -5. അതേപോലെ c2ന്റെ വാല്യൂ വന്നിട്ട് 15. അപ്പൊ വാല്യൂസ് എല്ലാം ഫസ്റ്റ് എഴുതി വെക്കുക. അപ്പൊ നമുക്ക് തെറ്റാനുള്ള ചാൻസ് കുറയും. എന്നിട്ട് ഈ വാല്യൂസ് ഇതിലോട്ടങ്ങ് അപ്ലൈ ചെയ്യുക. a1ന്റെ വാല്യൂ 1, a2ന്റെ വാല്യൂ 3, that is not equal to b1ന്റെ വാല്യൂ 2, b2ന്റെ വാല്യൂ k. ആ കണ്ടീഷനിൽ ഞാൻ ഈ വാല്യൂസ് എല്ലാം കൂടെ അപ്ലൈ ചെയ്തു. ഇനി ഇത് അങ്ങോട്ട് ക്രോസ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 1 into k, k. 3 2s are 6. പക്ഷെ ഇവിടെ നോട്ട് ഈക്വൽ ടു ഉണ്ട്. അപ്പൊ നമ്മൾ നോട്ട് ഈക്വൽ ടു കൊടുക്കുക. അപ്പൊ k നോട്ട് ഈക്വൽ ടു 6. ഇതാണ് ഫസ്റ്റ് കണ്ടീഷനിൽ കെയുടെ വാല്യൂ നമുക്ക് വന്നത്. കെയുടെ വാല്യൂ 6 വരത്തില്ല, വേറെ ഏതെങ്കിലും വാല്യൂസ് വരാം, പക്ഷെ 6 വരാനുള്ള ചാൻസ് കുറവാണ്. ഇതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേനും നോ സൊല്യൂഷൻ ആണ്. നോ സൊല്യൂഷന്റെ കണ്ടീഷൻ എന്താണ്? നോ സൊല്യൂഷന്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേനും a1 by a2 ഈക്വൽ ടു b1 by b2 നോട്ട് ഈക്വൽ ടു c1 by c2. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ആ കണ്ടീഷൻ നല്ല തറവായിരിക്കണം, എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിലും അതേപോലെ വാല്യൂ ചെയ്യുക. ഇതിൽ വാല്യൂ ചെയ്യുമ്പോഴത്തേനും a1 by a2, a1ന്റെ വാല്യൂ 1, a2ന്റെ വാല്യൂ 3 ഈക്വൽ ടു b1ന്റെ വാല്യൂ 2, b2ന്റെ വാല്യൂ k. ഇതിൽ ഈക്വൽ ടു ഇടുക. ഇതിൽ നമ്മുടെ ഈ കണ്ടീഷനിൽ നോട്ട് ഈക്വൽ ടു വന്നിട്ടുണ്ട്. ക്രോസ് ചെയ്യുക. 1 into k is equal to k, 3 2s are 6. അപ്പൊ k is equal to 6 കിട്ടി. അപ്പൊ നോ സൊല്യൂഷന്റെ കണ്ടീഷനിൽ കെയുടെ വാല്യൂ 6 ആണ്. യൂണിക് സൊല്യൂഷന്റെ കണ്ടീഷനിൽ കെയുടെ വാല്യൂ 6 ആണ്, നോട്ട് ഈക്വൽ ടു 6 ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ 6 വരാൻ ചാൻസ് ഇല്ല, ഇതിൽ വന്ന് 6 വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കെയുടെ വാല്യൂ എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതിന് നമ്മളൊരു 3 കണ്ടീഷൻ ഉണ്ട്. ആ ചാപ്റ്ററിലെ 3 കണ്ടീഷനും തറവായിരിക്കണം. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.